മനുഷ്യനും പ്രകൃതിയും ഏറ്റവും സുപ്രധാനമായ രണ്ട് ഘടകങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവയുടെ രണ്ടിൻ്റെയും സംരക്ഷണത്തിനായി നിലയുറപ്പിച്ചിരുന്ന മഹാനായ ഒരു മനുഷ്യൻ്റെ വേർപാടാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ വേർപാടിലൂടെ സംജാതമായിരിക്കുന്നത്. മലയാളത്തിൻ്റെ മണ്ണിനെ, ഇവിടുത്തെ മനുഷ്യരെ ഇത്രമേൽ സ്നേഹിച്ച മറ്റധികം ആളുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. പശ്ചിമഘട്ട മലനിരകൾക്ക് പ്രത്യേകമായ ഒരു പ്രാധാന്യമുണ്ട് എന്നും പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ മലയാളം അപകടത്തിൻ്റെ അഴിമുഖങ്ങളിലേക്കായിരിക്കും എത്തിച്ചേരുക എന്നും ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ ചെവി കൊടുക്കാതിരുന്നവർ ഉണ്ട്. പക്ഷേ ഓരോ പ്രളയങ്ങളും ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മളെ വീണ്ടും 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 മാധവ് ഗാഡ്ഗിലിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാം കണ്ടത്. പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണം മലയാളത്തിൻ്റെ മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും സംരക്ഷണമാണ് എന്ന് ചിലമ്പിച്ച ശബ്ദത്തിൽ ഈ മനുഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയെല്ലാം ഈ നാടിനെ സ്നേഹിക്കുകയും ഈ നാടിൻ്റെ ജനതയ്ക്കൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്ത, കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെ കാലമായി മലയാളിക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരുന്ന ഒരു മഹാനായ മനുഷ്യൻ വേർപിരിയുമ്പോൾ അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് അത്. നാട്ടിലെ സാധാരണ കർഷകരുടെ ഉൾത്തുടിപ്പുകളും വികാരങ്ങളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന് നന്നേ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വന്യജീവി സംരക്ഷണ നിയമം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ സംരക്ഷണം എന്നതിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് എന്നും പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത്. ഗാഡ്ഗിൽ ഇത്തരം കാര്യങ്ങൾ പറയുമോ എന്ന് സംശയം പുലർത്തിയവർ ഉണ്ടായിരുന്നു. ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തതാണ്. മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിൽ ഞാൻ കണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഈ റിപ്പോർട്ടിൽ വലിയ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നു എന്നുള്ളതായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ 7.5 പതിറ്റാണ്ടിൽ പിന്നിട്ടിരിക്കുന്ന ഒരു വേളയിൽ നമുക്ക് തീരുമാനങ്ങളുടെ കാര്യത്തിൽ ജനകീയ ഇടപെടലുകൾ ഉറപ്പാക്കുന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് നമ്മുടെ നാട്, ഇന്ത്യ കണ്ടത് നടാടെയായിരുന്നു. ജനകീയ പങ്കാളിത്തത്തോടെ, ജനകീയ ഇടപെടലുകളോടെ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നും അത് നടപ്പിലാക്കണം എന്നും അത് ജനങ്ങൾക്കും പ്രകൃതിക്കും ദോഷകരമാവാത്ത തരത്തിലായിരിക്കണം എന്നും യാതൊരു വിധത്തിലും ഉള്ള ഭയാശങ്കകളുമില്ലാതെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത് മാധവ് ഗാഡ്ഗിലിൻ്റെ പ്രത്യേകതയായിരുന്നു. ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് അനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതൊന്നും ആ മനുഷ്യൻ്റെ ചിന്തയിലോ പദ്ധതിയിലോ ഒരിക്കലും ഉണ്ടായിട്ടേയില്ല. അപ്രിയ സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ അദ്ദേഹത്തിനായി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും പ്രതിഫലിച്ചിരുന്നത് മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ മുഖവും മനസ്സും ആയിരുന്നു. ഈ നാട്ടിൽ മനുഷ്യൻ്റെ ജീവിതം തകർന്നു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാടിൻ്റെ പ്രകൃതിയും തകർന്നു പോകാതിരിക്കണം എന്നും ഒരു നാഭീനാള ബന്ധം മനുഷ്യനും പ്രകൃതിയും തമ്മിലുണ്ട് എന്നും പശ്ചിമഘട്ടത്തിൻ്റെ തകർച്ച നാടിൻ്റെ സമ്പൂർണ്ണമായ തകർച്ചയിലേക്ക് വഴിവെക്കും എന്നും ഈ മനുഷ്യൻ നമുക്കെല്ലാം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ മുന്നറിയിപ്പ് തരാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ ഇഷ്ടപ്പെടാൻ, നമുക്ക് വേണ്ടി വർത്തമാനം പറയാൻ, നമുക്ക് വേണ്ടി നിലയുറപ്പിക്കാൻ എന്തെല്ലാം പരാതികളും പരിഭവങ്ങളും ഉയർന്നു വന്നപ്പോഴും ആക്ഷേപങ്ങളും ആക്രോശങ്ങളും അദ്ദേഹത്തിന് നേരെ ചൊരിഞ്ഞപ്പോഴും അദ്ദേഹത്തിനെതിരായ പ്രചരണങ്ങളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിന്നത് ആ നിലപാടുകൾ ശാസ്ത്രീയ പിൻബലത്തോടു കൂടി തന്നെ രൂപപ്പെടുത്തപ്പെട്ടവയായിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെയായിരിക്കണം എന്ന്, ജനകീയത എന്നത്, മാനുഷികത, മാനവികത എന്നതെല്ലാം ഒരു ശാസ്ത്രജ്ഞനിൽ എങ്ങനെ ചേർന്ന് നിൽക്കും എന്നെല്ലാം നമ്മൾ അനുഭവിച്ച് അറിഞ്ഞത് ശ്രീ മാധവ് ഗാഡ്ഗിൽ കൂടി ആയിരുന്നു. ഇത്തരം ശാസ്ത്രജ്ഞർ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാലത്ത് തന്നെയാണ് അദ്ദേഹം നമ്മിൽ നിന്ന് വിട പറയുന്നത്. മലയാളിക്ക്, കേരളത്തിന്, ഇന്ത്യക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് ശ്രീ മാധവ് ഗാഡ്ഗിലിൻ്റെ വേർപാട്. നമ്മളെ ഇത്രമേൽ സ്നേഹിച്ച, ഒടുവിലത്തെ തുടുപ്പിലും നമ്മളോടുള്ള സ്നേഹം ഉള്ളിൽ ചേർത്ത് വെച്ചിരുന്ന ഒരു വലിയ മനുഷ്യൻ വിടവാങ്ങുമ്പോൾ നമുക്കെല്ലാം അങ്ങേയറ്റം വേദന സമ്മാനിക്കുന്ന ഒന്നായി അത് മാറുകയാണ്. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്കും നിലപാടുകൾക്കും മുമ്പിൽ ആദരപൂർവ്വം ഞാനും ശിരസ്സ് നമിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധമായ ആദരാജ്ഞകളും അർപ്പിക്കുന്നു.